Hello friends, welcome to Happy English. Hope you all are doing good. And today we are here with our third day. അല്ലേ, നമ്മുടെ തേർഡ് ക്ലാസ് ആണ് ഇന്ന്. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പേഴ്സണൽ ട്രെയിനറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ നമ്മൾ എന്തെല്ലാം പഠിച്ചു? നമ്മൾ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള 5 വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പ്ലേ, പ്ലേഡ്, കം, came, give, gave, buy, bought, go, went. ഇങ്ങനെ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ്, നമുക്ക് കൂടുതൽ സംശയം തോന്നിപ്പിക്കുന്ന വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് വെച്ചുള്ള സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ ഫ്രെയിം ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ് ചെയ്യുന്ന 4 വേർഡ്സ് ആണ്. പലപ്പോഴും പല ആളുകൾക്കും ഇതിൻ്റെ മീനിങ് അതുപോലെ യൂസേജസ് ഒക്കെ കൺഫ്യൂസ് ആവാറുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ക്ലിയർ ആയിട്ട് ഈ 4 സെറ്റ് ഓഫ് വേർഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ നോക്കാം. ആദ്യം ഹാവ്, ഹാഡ്. ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഓക്കെ, ഹാഡ് കഴിച്ചു. ഹാവ് ഹാഡ് കഴിച്ചു എന്നാണോ? ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? ഇങ്ങനെയല്ലല്ലോ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എൻ്റെ അടുത്ത് കാറുണ്ട് എന്നൊക്കെ പറയാനാണല്ലോ ഹാവ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഐ ഹാവ് എ കാർ എന്നൊക്കെ. പക്ഷേ ഇവിടെ ഞാൻ കഴിച്ചു എന്നല്ലേ പറഞ്ഞേ? അതെ, ഹാവ് ഹാഡ് ഇതിന് കുറേ മീനിങ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് കഴിച്ചു എന്നുള്ള മീനിങ്ങിലാണ്. അതായത് കഴിക്കുക എന്നുള്ളതിന് നമ്മൾ സാധാരണ എന്താ പറയാറ്? ഈറ്റ്. കഴിച്ചു എന്നുള്ളത് ഏറ്റ്. ഈറ്റ്, ഏറ്റ്. പക്ഷേ ഇതും കഴിച്ചു എന്നുള്ള മീനിങ് ആണ്. ഹാവ്, ഹാഡ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വളരെ ഫോർമൽ ആയിട്ട് നമുക്ക് കഴിച്ചു എന്നൊക്കെ പറയാൻ ഈറ്റ് എന്നുള്ള വേർഡിലേറെ നമുക്ക് ഹാവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ സെൻറ്റൻസ് ഒരു ഫോർമൽ ആയിട്ട് മാറും കേട്ടോ. സോ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാം. ഈറ്റ് എന്നുള്ളതിന് പകരം ഹാവ് ഉപയോഗിച്ച് നോക്കുക. ഹാവ് കഴിച്ചു, ഹാവ് കഴിക്കുക, ഹാഡ് കഴിച്ചു. ഇനി അടുത്തത് സീ, സോ. സീ കാണുക. ഓക്കെ, സോ കണ്ടു, കണ്ടിരുന്നു. സീ കാണുക, സോ. ഓക്കെ, സോ കണ്ടു, കണ്ടിരുന്നു. അടുത്തത് മീറ്റ്. മീറ്റ് എന്താണ്? മീറ്റ് കാണുക, മെറ്റ് കണ്ടിരുന്നു. അപ്പോൾ സീ, മീറ്റ് എന്താണ് ഡിഫറൻസ്? രണ്ടും കാണുക എന്നാണോ? അതെ, പക്ഷേ ഏത് തരത്തിലാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ആ സിയും മീറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്തത് ഗെറ്റ്, ഗോട്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക. നമുക്ക് പല സാധനങ്ങളൊക്കെ കിട്ടൂലേ, അതാണ് ഗെറ്റ്. ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടി. ഓക്കെ, കിട്ടിയിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോട്ട് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുക. സോ ഹാവ് കഴിക്കുക, ഹാഡ് കഴിച്ചു. സീ കാണുക, സോ കണ്ടു. മീറ്റ് കാണുക, മെറ്റ് കണ്ടു. ഗെറ്റ് കിട്ടുക, ഗോട്ട് കിട്ടി. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ആദ്യത്തെ സെറ്റ് ഓഫ് വേർഡ്സ് ആയിട്ടുള്ള ഹാവ്, ഹാഡ് ഇതിനെന്ന് ഡിസ്കസ് ചെയ്യാം. ഹാവ് ഹാഡ് എന്താണ്? ഹാവ് ഹാഡ് എന്നുള്ളത് നമ്മൾ കഴിക്കുക, കഴിച്ചു എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈറ്റ്, ഏറ്റോ അതും കഴിക്കുക, കഴിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ ഈറ്റ്, ഏറ്റ് ഇതിൻ്റെ ഒരു ഫോർമൽ യൂസേജ് ആണ് ഹാവ്, ഹാഡ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഐ ഹാഡ് ലഞ്ച്. ഐ ഹാഡ് ലഞ്ച്. ഞാൻ ലഞ്ച് കഴിച്ചു. ഞാൻ ലഞ്ച് കഴിച്ചു. ലഞ്ച് എന്താണ്? നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഉച്ചഭക്ഷണം, അതാണ് കേട്ടോ ലഞ്ച്. സോ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു എന്നെങ്ങനെയാ പറയാ? ഐ ഹാഡ് ലഞ്ച്. ഐ ഹാഡ് ലഞ്ച്. ഓക്കെ, അടുത്തത് ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ. ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ. കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കപ്പ് ചായ. ഓക്കെ, ഞാനൊരു കപ്പ് ചായ കുടിച്ചു. കഴിച്ചു എന്നുള്ള മീനിങ്ങിലാണ് ഹാഡ് എഴുതിയിരിക്കുന്നത്. കുടിച്ചു എന്നുള്ള വേർഡല്ല, കഴിച്ചു. ഞാനൊരു കപ്പ് ഓഫ് ചായ കഴിച്ചു എന്ന് പറയാൻ. ഓക്കെ, ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ. വി ഹാഡ് സപ്പർ അറ്റ് 8 PM. വി ഹാഡ് സപ്പർ അറ്റ് 8 PM. ഞങ്ങൾ 8 മണിക്ക് സപ്പർ കഴിച്ചു. വാട്ട് ഈസ് സപ്പർ? സപ്പർ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്. അതായത് 4 മണിക്ക് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കഴിക്കുന്ന ഫുഡ്. അത് ലാസ്റ്റ് ഡിന്നർ അല്ല, അതിൻ്റെ കുറച്ച് മുൻപായിട്ട്. ഓക്കെ, വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന ഫുഡാണ് സപ്പർ എന്ന് പറയുന്നത്. സോ ഞങ്ങൾ 8 മണിക്കാണ് സപ്പർ കഴിച്ചത്. വി ഹാഡ് സപ്പർ അറ്റ് 8 PM. വി ഹാഡ് ഡിലീഷ്യസ് ചിക്കൻ ബിരിയാണി. വി ഹാഡ് ഡെലീഷ്യസ് ചിക്കൻ ബിരിയാണി. ഞങ്ങൾ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി കഴിച്ചു. വാട്ട് ഈസ് ഡെലീഷ്യസ്?
സ്വാദിഷ്ടമായ. ഓക്കെ, നമുക്ക് ഏതൊരു ഫുഡായാലും അത് ഒരുപാട് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഡെലീഷ്യസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സദ്യ കഴിച്ചാലും എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഇറ്റ് വാസ് ഡെലീഷ്യസ്, അത് ഡെലീഷ്യസ് ആയിരുന്നു, സ്വാദിഷ്ടമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ ആ വേർഡൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിറ്റുവേഷൻസ് എപ്പോഴും വരും ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത്. സോ ഡെലീഷ്യസ്, സ്വാദിഷ്ടമായ. I don't want food, I had food. I don't want food, I had food. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് രാത്രിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വരുമ്പോൾ ഉമ്മ നമ്മളോട് പറയും ഫുഡ് കഴിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ പറയുക? അല്ല എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ കഴിച്ചു. എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ കഴിച്ചു എന്ന് പറയും. അതാണ് ഐ ഡോണ്ട് വാണ്ട് ഫുഡ്, എനിക്ക് ഫുഡ് വേണ്ട. ഐ ഹാഡ് ഫുഡ്, ഞാൻ ഫുഡ് കഴിച്ചു. ഐ ഡോണ്ട് വാണ്ട് ഫുഡ്, ഐ ഹാഡ് ഫുഡ്. ഓക്കെ, സോ ഈ 5 എക്സാമ്പിൾ സെൻറ്റൻസ് ഒന്ന് നോക്കി വെക്കുക. ഇതേ ഫോർമാറ്റിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് സീ, സോ, മീറ്റ്, മെറ്റ് അല്ലേ. സീ, സോ, സീ എന്ന് വെച്ചാൽ എന്താ? കാണുക. സോ കണ്ടു. മീറ്റോ? മീറ്റും കാണുക. മെറ്റ് കണ്ടു, കണ്ടുമുട്ടി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഏകദേശം രണ്ടിനും സെയിം മീനിങ് ആണ്, പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഡിഫറെൻറ്റ്. സോ നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസിലൂടെ ഇത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്ന് നോക്കാം. ഐ സോ, ഐ സോ, ഞാൻ കണ്ടു. അത് എന്തുമാവട്ടെ, നമ്മൾ കണ്ണിൽ പെട്ടിട്ട് നമ്മൾ കാണുന്ന എന്തും ഐ സോ ആണ്. ഞാൻ കണ്ടു എന്ന് പറയാൻ നമ്മൾ എന്ത് കണ്ടാലും അത് നമുക്ക് ഐ സോ എന്ന് പറയാം. ഞാൻ കണ്ടു. എന്താ കണ്ടേ? ഐ സോ ഹിസ് കോളേജ്, അവൻ്റെ കോളേജ് ഞാൻ കണ്ടു. അവൻ്റെ കോളേജ് ഞാൻ കണ്ടു. ഐ സോ ഹിസ് കോളേജ്. ഇനി ഐ മെറ്റ് എ ഡോഗ്, ഐ മെറ്റ് എ ഡോഗ്, ഞാനൊരു നായയെ കണ്ടു. കറക്റ്റ് ആണോ? അതോ ഐ സോ എ ഡോഗ് ആണോ കറക്റ്റ്? ഐ മെറ്റ് എ ഡോഗ് ആണോ ഐ സോ എ ഡോഗ് ആണോ കറക്റ്റ്? ഒബ്വിയസ്ലി ഐ സോ എ ഡോഗ് ആണ് കറക്റ്റ്. കാരണം മെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കണ്ടുമുട്ടി, നമ്മൾ അയാളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ട് നല്ല കൈയൊക്കെ കൊടുത്ത് നല്ല ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ച് പിരിയുക, അതാണ് മെറ്റ് എന്ന് പറയുന്നത്, കണ്ടുമുട്ടുന്നത്. സോ ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു നായയായിട്ട് നമ്മൾ സംസാരിച്ച് പിരിയൊന്നും ഇല്ലല്ലോ. സോ നമ്മൾ നായയെ ജസ്റ്റ് കാണുക ചെയ്യുക. അപ്പോൾ ഐ സോ എ ഡോഗ് ആണ്. ഐ സോ എ റൂസ്റ്റർ ഇൻ ദി ബസ് സ്റ്റോപ്പ്, ഞാൻ ബസ് സ്റ്റോപ്പിലൊരു കോഴിയെ കണ്ടു. റൂസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? പൂവൻ കോഴി. ഓക്കെ, റൂസ്റ്റർ എന്നുള്ളത് പൂവൻ കോഴിയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നൊരു പൂവൻ കോഴിയെ കണ്ടു. ഇത് മാക്സിമം പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ സോ എന്നുള്ളതിനും മെറ്റ് എന്നുള്ളതിനുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണുക, മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, നമ്മൾ സംസാരിച്ച്. ഓക്കെ, ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഞാൻ അവനെ ഇന്നലെ കണ്ടുമുട്ടി. ഐ സോ ഹിം യെസ്റ്റർഡേ എന്നാണെങ്കിൽ ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ എന്നാണെങ്കിൽ ഞാൻ ഇന്നലെ അവനെ കണ്ടുമുട്ടി. അതായത് ഞാൻ അവനെ കണ്ടു, കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചാണ് പിരിഞ്ഞത്. ഐ മെറ്റ് ഹിം, ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ മെറ്റ് ഹിസ് വൈഫ്, ഞാൻ ഇന്നലെ അവൻ്റെ ഭാര്യയെ കണ്ടു. നമ്മൾ കണ്ട് ഒന്ന് സംസാരിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സോ അല്ല, പിന്നെ അത് മെറ്റാണ് കേട്ടോ. മീറ്റ് എന്നുള്ളതിൻ്റെ കഴിഞ്ഞുപോയ രൂപം മെറ്റാണ്. ജസ്റ്റ് കണ്ടു, നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരാളെ കണ്ടു, നമ്മൾ അയാൾക്ക് സംസാരിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അപ്പുറത്ത് കൂടെ പോകുന്ന കണ്ടു. ഐ സോ ഹിം, അവനെ കണ്ടു, അത്രയേ ഉള്ളൂ. സോ എന്നുള്ളതും മെറ്റ് എന്നുള്ളതും ഏകദേശം സെയിം മീനിങ് ആണെങ്കിലും അത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേർഡ്സ് ഗെറ്റ്, ഗോട്ട്. ഗെറ്റ്, ഗോട്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടുക. ഗോട്ട് കിട്ടി, കിട്ടിയിരുന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ ഗോട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് സാലറി കിട്ടി, ഇപ്പോൾ ഒരു മന്ത് എൻഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പറയില്ലേ എനിക്ക് സാലറി കിട്ടി, എനിക്ക് സാലറി കിട്ടിയില്ല എന്നൊക്കെ പറയില്ലേ. സോ എനിക്ക് സാലറി കിട്ടി എന്നെങ്ങനെയാണ് പറയുക? ഐ ഗോട്ട് സാലറി. ഐ ഗോട്ട് സാലറി, എനിക്ക് സാലറി കിട്ടി. ഷീ ഗോട്ട് 100 rupees. ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഷീ ഗോട്ട്, അവൾക്ക് കിട്ടി. അവൾക്ക് എന്താ കിട്ടിയേ? 100 rupees. അവൾക്ക് 100 രൂപ കിട്ടി. അവൾക്ക് 100 രൂപ കിട്ടി. മൈ ബ്രദർ ഗോട്ട് എ ന്യൂ ജോബ്. എൻ്റെ സഹോദരന് ഒരു പുതിയ ജോലി കിട്ടി. മൈ ബ്രദർ ഗോട്ട് എ ന്യൂ ജോബ്. നിൻ്റെ ബ്രദർ എന്താ ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ആൾ അമേരിക്കയിൽ പോയോ? അതെ, ഹി ഗോട്ട് എ ന്യൂ ജോബ്. അവൻക്കൊരു പുതിയ ജോലി കിട്ടി. ഹി ഗോട്ട് എ ന്യൂ ജോബ്. അവൻക്കൊരു പുതിയ ജോലി കിട്ടി. ഷീ ഗോട്ട് എ കാർ. നമ്മളിവിടെ ഷീ ഗോട്ട് എ കാർ, അവർ മേടിച്ചു എന്നുള്ളതിന് നമ്മൾ മുന്നേ ഒരു പദം പഠിച്ചിരുന്നു, ബൈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ്, അതായത് ബോട്ട്.
ഇവിടെ നമുക്ക് ബോട്ട് എന്നും ഉപയോഗിക്കാം, ഗോട്ട് എന്നും ഉപയോഗിക്കാം. ഓക്കെ, ഷീ ഗോട്ട് എ കാർ. അവൾക്കൊരു കാർ കിട്ടി, അതായത് അവളൊരു കാർ മേടിച്ചു എന്നുള്ള ആ സെൻസിലാണ് നമ്മൾ ഷീ ഗോട്ട് എ കാർ എന്നുള്ളത് പറയുന്നത്. സോ ഗെറ്റ്, ഗോട്ട്, ഈ രണ്ട് വേർഡ്സ് തമ്മിൽ ഉള്ള മാറ്റം, അതായത് ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക, ഗോട്ട് കിട്ടി. ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പദമാണ് ഗെറ്റ്, ഗോട്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന പദമാണ്. സോ ഇങ്ങനെ ഒന്ന് സംഭവം പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ അത് ഉപയോഗിക്കാനായിട്ട് ഒരു അവസരത്തിന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അവിടെ ഇങ്ങനെ വേർഡ്സ് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. സോ നമ്മളിവിടെ കുറേ വേർഡ്സ് പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ. അതിനൊക്കെ കുറേ എക്സാമ്പിൾ സെൻറ്റൻസസും പഠിച്ചു. ആ സെൻറ്റൻസിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. കാരണം ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെന്താണ്? ഹീ, ഹിസ്, ഹിം, ഷീ, ഹെർ. ഇത് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? ഹീ എന്ന് വെച്ചാൽ അവൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹീ എന്ന് വെച്ചാൽ അവൻ, ഷീ എന്ന് വെച്ചാൽ അവൾ. ഹിസ്, ഹിസ് എന്നുള്ളത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ അവൻ്റെ എന്ന് പറയില്ലേ, ഒരാളുടെ ഒരു പൊസിഷൻ പറയാൻ, അവൻ്റെ ആണ് എന്നൊക്കെ പറയില്ലേ. സോ ഈ അവൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഹിം എന്നുള്ള വേർഡോ? ഹിം എന്നുള്ളത് അവനെ അല്ലെങ്കിൽ അവൻക്ക്, നമ്മൾ ഒരാൾക്ക് അവൻക്ക് കൊടുക്ക് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അവനെ വിളിക്ക് എന്നൊക്കെ പറയില്ലേ. സോ അവനെ, അവന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹിം എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷീ എന്നുള്ളത് അവൾ, ഷീ എന്നുള്ളത് അവൾ. സോ ഹെർ എന്നുള്ളതോ? ഹെർ എന്നുള്ളത് അവളെ എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഹെർ എന്ന് പറയും, അവൾക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടും ഹെർ എന്ന് പറയും, അവളോട് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഹെർ എന്ന് പറയും. ഓക്കെ, സോ അവളെ, അവൾക്ക്, അവളോട് എന്നൊക്കെ പറയാൻ ഹെർ എന്നുള്ള വേർഡാണ് നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. സോ ഓരോന്നിനും ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസ് പറഞ്ഞുതരാം. ഹിസ്, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ. ഓക്കെ, ദിസ് ഇസ് ഹിസ് പെൻ, ഇത് അവൻ്റെ പേനയാണ്. ദിസ് ഇസ് ഹിസ് പെൻ, ഇത് അവൻ്റെ പേനയാണ്. ഹിം, ഹിം എന്ന് പറഞ്ഞാൽ അവനെ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ പ്ലീസ് കോൾ ഹിം, ഒന്ന് അവനെ വിളിക്കുമോ? പ്ലീസ് കോൾ ഹിം, ഒന്ന് അവനെ വിളിക്കുമോ? സോ അവനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹിം എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. ഇനി അവന്, ഗിവ് ദിസ് ടു ഹിം, ഗിവ് ദിസ് ടു ഹിം, ഇതൊന്ന് അവന് കൊടുക്കുമോ? ഗിവ് ദിസ് ടു ഹിം, അവന് കൊടുക്കുമോ? സോ ഈ അവന് എന്ന് വന്ന സ്ഥലത്തും നമ്മൾ ഹിം ആണ് യൂസ് ചെയ്തത്. ഇനി ഷീ എന്നുള്ളത് അവൾ, ഹെർ എന്നുള്ളത് അവളെ. കോൾ ഹെർ, നമ്മൾ നേരത്തെ കോൾ ഹിം, പ്ലീസ് കോൾ ഹിം എന്ന് പറഞ്ഞില്ലേ. ഇനി ഒന്ന് അവളെ വിളിക്കുമോ എന്നാണെങ്കിൽ പ്ലീസ് കോൾ ഹെർ, പ്ലീസ് കോൾ ഹെർ, അവളെ ഒന്ന് വിളിക്കുമോ? ഗിവ് ദിസ് ടു ഹെർ, ഇത് അവൾക്കൊന്ന് കൊടുക്കുമോ? ഗിവ് ദിസ് ടു ഹെർ, അവൾക്കൊന്ന് കൊടുക്കുമോ? ടെൽ ഹെർ, അവളോട് പറയുമോ? ടെൽ ഹെർ, അവളോട് പറയുക. ഓക്കെ, അവളോട് പറയുക, ടെൽ ഹെർ. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ സെൻറ്റൻസാണ് തരുന്നത്, കാരണം നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ്. സോ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഈ അവളെ, അവൾക്ക്, അവന്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കറക്റ്റായിട്ടുള്ള വേർഡ് യൂസ് ചെയ്ത് തന്നെ ഫ്രെയിം ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ട്രെയിനർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. കാരണം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി നിങ്ങളുടെ സെൻറ്റൻസിന് ഗുണം നൽകും. ഓക്കെ, സോ അപ്പോൾ ആക്ടിവിറ്റിയുടെ ടൈമാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസസ് തരും. ഈ സെൻറ്റൻസസ് നിങ്ങൾ ഇന്നലെയൊക്കെ ചെയ്ത പോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, സോ സെൻറ്റൻസസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഞാൻ ഇന്ന് രാവിലെ ഹോട്ടലിൽ പോയി. ഞാൻ ഇന്ന് രാവിലെ ഹോട്ടലിൽ പോയി. അടുത്ത സെൻറ്റൻസ്, ഞാൻ ഹോട്ടലിൽ നിന്ന് എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഞാൻ ഹോട്ടലിൽ നിന്ന് എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഇവിടെ സി ആണോ, മെറ്റാണോ, സോ ആണോ, ഇതൊക്കെ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിടുക കേട്ടോ. അടുത്ത സെൻറ്റൻസ്, ഞാൻ ചപ്പാത്തി കഴിച്ചു, അവൻ മസാലദോശ കഴിച്ചു. ഞാൻ ചപ്പാത്തി കഴിച്ചു, അവൻ മസാലദോശ കഴിച്ചു. നാലാമത്തെ സെൻറ്റൻസ്, ഞാൻ തിയേറ്ററിൽ പോയി. ഞാൻ തിയേറ്ററിൽ പോയി. അഞ്ചാമത്തെ സെൻറ്റൻസ്, എനിക്ക് ടിക്കറ്റ് കിട്ടി, ഞാൻ സിനിമ കണ്ടു. എനിക്ക് ടിക്കറ്റ് കിട്ടി, ഞാൻ സിനിമ കണ്ടു. എനിക്ക് ടിക്കറ്റ് കിട്ടി, ഞാൻ സിനിമ കണ്ടു. അടുത്ത സെൻറ്റൻസ്, അച്ഛൻ പണം തന്നു, ഞാൻ മൊബൈൽ വാങ്ങി. അച്ഛൻ പണം നൽകി, ഞാൻ മൊബൈൽ വാങ്ങി. അച്ഛൻ പണം നൽകി, ഞാൻ മൊബൈൽ വാങ്ങി.
ആൻഡ് ദി ലാസ്റ്റ് സെൻറ്റൻസ്, ഞങ്ങൾ ഇന്നലെ അവളെ കണ്ടിരുന്നു. ഞങ്ങൾ ഇന്നലെ അവളെ കണ്ടിരുന്നു. സോ ഈ സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലാസ് കേട്ടിട്ട് മനസ്സിലാവുന്നു അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ടാസ്ക് ചെയ്യുക. ടാസ്കിൻ്റെ ഭാഗം മാത്രം കേട്ട് ടാസ്ക് ചെയ്യരുത്. അത് മാത്രമല്ല, ഇന്നും വോയിസ് മെസ്സേജ് ചെയ്യാൻ ആക്ടിവിറ്റി ഉണ്ട്, പക്ഷേ അതിന് തനിച്ച് നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് തരുന്നില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ സെൻറ്റൻസസ് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ അറിയാം, അതൊരു കണക്ഷൻ ഉള്ള സെൻറ്റൻസസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ പോകുന്നു, എന്നിട്ട് അവിടുന്ന് മേടിക്കുന്നു, അങ്ങനെ ഒരു കണക്ഷൻ ഉള്ള സെൻറ്റൻസസ് ആണ്. സോ ഈ 7 സെൻറ്റൻസസും നിങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം സെൻറ്റൻസസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുവോ അത്രയും സെൻറ്റൻസ് വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയക്കാം. ഓക്കെ, ഈ 7 സെൻറ്റൻസിൽ നിങ്ങൾ 6 അയച്ചാലും 5 അയച്ചാലും നോ പ്രോബ്ലം. എത്രമാത്രം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുവോ അത്രയും ഇംഗ്ലീഷിൽ ഓർത്തെടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുക. സോ ഇന്നത്തെ 2 ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം.